ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മാസ് വെച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷദ്വീപിൽ പോപ്പുലറായ ഡ്രൈ ടൂണ ഫിഷാണ്. ചൂതമീൻ കൊണ്ട് തയ്യാറാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു 300 ഗ്രാം വറ്റൽമുളക് വേണം. പച്ചമുളക് ഒരു 150 ഗ്രാം വേണം. ഇഞ്ചി ഒരു 150 ഗ്രാം, വെളുത്തുള്ളി 300 ഗ്രാം, കറിവേപ്പില ഒരു 100 മുതൽ 150 ഗ്രാം വരെ ചേർക്കാം. പിന്നെ വെളിച്ചെണ്ണ. ആദ്യം തന്നെ നമ്മൾ തലേദിവസം ഈ മാസിനെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. പിറ്റേ ദിവസം നന്നായിട്ട് നമുക്കതിനെ വാഷ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കണം. പിന്നെ വറ്റൽമുളകും അതുപോലെ തന്നെ മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കണം. പിന്നെ ഒരു ഉരുളി വെച്ച് ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊന്ന് ചേർത്ത് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലോട്ട് ചെറിയുള്ളി വേണം. ചെറിയുള്ളി ഞാൻ ഇവിടെ 3 കിലോന് ഞാനൊരു 6 കിലോനാണ് ചേർത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ ചെറുള്ളിയുടെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഡ്രയറിലിട്ട് ഉണക്കിയ ചെറിയുള്ളിയാണ് ചേർത്തത്. പച്ച ചെറിയുള്ളിയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ അതൊന്ന് ചെറുതായി മിക്സിൻ്റെ ജാറ് ചതച്ചെടുക്കണം. നമുക്ക് എണ്ണയിൽ വഴറ്റിയ പച്ചമുളക്, ചെറുള്ളി എല്ലാം നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാർ ഉപയോഗിച്ച് ചതച്ചെടുക്കണം. അതിനുശേഷം സെയിം ഉരുളി തന്നെ നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചതച്ച വറ്റൽമുളക് മൂപ്പിച്ചെടുക്കണം. അതിലോട്ട് നമുക്ക് ഡ്രൈ ടൂണ ഫിഷ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുളകും ടൂണയും നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കതിലോട്ട് നേരത്തെ ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മിശ്രിതം ചേർത്ത് അതും കൂടെ നന്നായി അതുമായി യോജിപ്പിക്കണം. നന്നായി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പുളി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർക്കണം എന്നില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിനെ നമ്മൾ നന്നായിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമുക്കിതിനെ മാറ്റി തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലിൽ സൂക്ഷിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു വിഭവമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.